കൊള്ളാലോ. 1 കോടി രൂപ അടിച്ചു കഴിഞ്ഞാ ഒരു 80 കിട്ടുമല്ലേ? കിട്ടും. പിന്നെ ചേച്ചി അടിച്ചു കഴിഞ്ഞാ 50-50 ആയിട്ട് ഷെയർ ചെയ്യണം. അതെന്തിന്? അല്ല 30 രൂപ എന്റെ അല്ലേ? അപ്പൊ കിട്ടുന്നതിന്റെ 30% നിനക്ക്. അല്ല അത് പറ്റൂല, പകുതി എനിക്ക് കിട്ടണം. അതെങ്ങനെയാടാ? 100 രൂപ ടിക്കറ്റിൽ 30 രൂപയല്ലേ നിന്റേതായിട്ടുള്ളൂ? അല്ല പക്ഷെ ലോട്ടറി എടുത്ത ഞാനാണല്ലോ, എന്റെ ഭാഗ്യത്തിനാണ് വില. വേണ്ട വേണ്ട വേണ്ട, നിന്റെ 30 രൂപ അങ്ങ് തന്നേക്കാം, പ്രശ്നം തീരുമല്ലോ. അല്ല അതല്ല, 30 തന്നാ പിന്നെ ഞാനല്ലേ എടുത്തത്. എന്റെ ഭാഗ്യത്തിന് ഇവിടെ ഒരു വിലയില്ലേ? ചേടാ, ലോട്ടറി ഒരു ചൂതാട്ടമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന നിയമപാലകന്റെ ഭാര്യയുടെ ആക്രാന്തം കണ്ടില്ലേ? നിക്ക് എങ്ങോട്ടാ? അശോക് സാറില്ലേ? ഉണ്ടല്ലോ. സാറിനെ ഒന്ന് കാണണം, വളരെ അത്യാവശ്യമാണ്. അകത്തുണ്ടല്ലോ അല്ലേ? വാടി. ക്ഷേത്ര പുനരുദ്ധാരണ ഫണ്ടിലേക്ക് 5001 രൂപയോ? ഒരു 25,000 രൂപ എഴുതിക്കോളൂ. അതെ അതെ അതെ, കൊഴിഞ്ഞമ്പാറ ദേവീക്ഷേത്രത്തിലേക്ക് സ്വർണ്ണ കിരീടം കൊടുക്കാന്ന് പറഞ്ഞ ആളായി സംസാരിക്കുന്നത്. മനസ്സിലായോ? ഞാനിന്ന് നിസ്സാരനായ ഒരാളല്ല, ഒരു പ്രഭുവാ, ലക്ഷപ്രഭുവാ. പിന്നെ അടുത്ത വർഷത്തെ ഉത്സവത്തിന് എന്റെ വകയായി യേശുദാസിന്റെ ഗാനമേളയും ശോഭനയുടെ ഡാൻസും വെക്കണം. അതൊക്കെ നിങ്ങൾ വിളിച്ച് ഏർപ്പാടാക്കിയാൽ മതി. ഇരിക്കൂ. സ്പോൺസർ ചെയ്യുന്ന അശോക് കുമാറായിരിക്കും. പിന്നെ പുനരുദ്ധാരണത്തിന് പണം തികയാതെ വന്നാൽ നിങ്ങൾ നേരിട്ട് വന്ന് എന്നെ ഒന്ന് കണ്ടാൽ മതി. എങ്ങനെ? ഞാൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് ആവണമെന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ശരി. നമസ്കാരം. ഇരുന്നാട്ടെ. എനിക്ക് മനസ്സിലായില്ല. വനിതാവേദിയിൽ നിന്നാ. മായയില്ലേ ഇവിടെ? മായ കുടുംബ വീട് വരെ ഒന്ന് പോയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് മായയെ കണ്ടിരുന്നു. അതൊരു വിഭ്രാന്തി മാത്രമായിരുന്നു. പാവം, ഞങ്ങൾ മായയുടെ കാര്യം എപ്പോഴും പറയും. സത്യം പറഞ്ഞ മായയെ പോലെ ഒരു ഭാര്യ കിട്ടിയത് സാറിന്റെ ഭാഗ്യ. ആര് പറഞ്ഞു? അശോക് സാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് മായയുടെ ഭാഗ്യമാ. അതെ, നന്മ നിറഞ്ഞ മനസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും. അതെ അതെ, ഈ വീട് പോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്മി സരസ്വതിയും കൂടെ ഒന്നിച്ചൊരിടത്ത് വാഴില്ലെന്ന് പറയും, പക്ഷേ അത് വെറുതെയാ. ഈ വീട് അതിനൊരു അപവാദമല്ലേ? ഉന്നത വിദ്യാഭ്യാസം, അറിവ് എന്നുവെച്ച സരസ്വതി ദേവി, ഇപ്പോഴിതാ ധനലക്ഷ്മി കടന്നു വന്നിരിക്കുന്നു. കിട്ടുന്ന കാശ് സത്കർമ്മങ്ങൾക്ക് വിനിയോഗിക്കുന്നവരാണ് മഹാരഥന്മാർ. ക്ലബ് ഫണ്ടിലേക്ക് കാശ് വേണമല്ലേ? എങ്ങനെ അറിഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ച വിവരം? കോളനിയിലെ ഇന്നത്തെ പുതിയ വാർത്ത ഇതാണല്ലോ. എന്തായാലും സാറെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. പിന്നെ സാറിനെ പോലൊരു ധർമ്മിഷ്ഠൻ അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അത്രയ്ക്കൊക്കെ പോഴ്ത്താൻ ഞാനാരാ? ധനലക്ഷ്മി എന്നെ അനുഗ്രഹിച്ചു, അതെന്റെ ഭാഗ്യം, അത്ര ഞാൻ കരുതുന്നുള്ളൂ. അതെ സർ, ഭാഗ്യം എല്ലാവരെയും അങ്ങനെ കടാക്ഷിക്കില്ല. കർമ്മം നന്നായിരിക്കണം. അയ്യോ, അതിരിക്കട്ടെ. വനിതാ വേദിക്ക് ഈ എളിയവന്റെ സംഭാവന എത്ര വേണം? ക്ലബിന് പുതിയൊരു കെട്ടിടം വേണം. കുറച്ച് രൂപ സ്വരൂപിച്ചിട്ടുണ്ട്. ഇനിയൊരു 1,00,000 രൂപയും കൂടെ വേണ്ടിവരും. തരാം. പിന്നെ ഫർണിച്ചർ വേണം. മേശ, കസേര, ഫ്രിഡ്ജ്, AC, മൈക്ക് സെറ്റ്. പറഞ്ഞോളൂ, എല്ലാം കൂടി എത്ര വേണ്ടിവരും? പറയുമ്പോ ചിലപ്പോ സാറിന് കൂടുതലായി തോന്നും. പക്ഷേ ഉദാരനിധിയായ, ഹൃദയലോലനായ, ദാനധർമ്മിഷ്ഠനായ, സദ്ഗുണ സ്നേഹ സമ്പന്നനായ ഒരു 3,00,000 രൂപ മതിയോ? ഈ മാസം അത്രയും മതി സർ. തരാം, 3,00,000 തരാം. എന്താ, സന്തോഷമായല്ലോ? മതിയല്ലോ, ഇനി മാറില്ലല്ലോ. രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് ചെക്കില്. 12-ാം തീയതി കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ഉപകാരം, ഈ ദാനം, ഈ ദയ ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ശരി, താങ്ക് യു. ഒരു ധനികനല്ലേ, ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. ശരി. ശരി സർ. ഒരാളെയും കൂടെ സഹായിക്കാൻ പറ്റിയപ്പോ എന്തൊരു സന്തോഷം. വെറുതെ 2-3 ചക്ക കൊപ്പിട്ട് വെച്ചേക്കാം.
ഇതുപോലെ ആരെങ്കിലും ഒക്കെ വന്നാലും കൊടുക്കാമല്ലോ. അഹങ്കാരി വൃത്തികെട്ടവൻ. ലോട്ടറി അടിച്ചപ്പോ വലിയ ജന്മിയാണെന്ന് അവന്റെ വിചാരം. നീ മോളി കേറി കിടന്ന് ഉറങ്ങിക്കോടാ. നീ സുഖമായിട്ട് ഉറങ്ങിക്കോ. നിന്റെ ഉറക്കൊന്ന് ഞാൻ ശരിയാക്കി തരടാ. എടാ നീ ഇന്നെ പട്ടിയെ പോലെടാ കണ്ടത്. എന്നെ കൊണ്ട് നീ അടുക്കള ജോലി ചെയ്യിപ്പിക്കും, എച്ചിപ്പാത്തം കഴിക്കും. എടാ അശോക, ഞാൻ വിചാരിച്ചാലേ നീ അശോകനല്ല, ഒരു ശോകകുമാരനാക്കൂടെ ഞാൻ. കാണിച്ചടാ ഞാൻ. അവന്റെ ഒരു ഫോൺ, മണിക്കൂർ കൊണ്ടല്ലേ അവൻ പുതിയ കണക്ഷൻ കൊടുത്തത്. നീ കണക്ട് ചെയ്ത ഫോണിൽ കൂടെ നിനക്ക് ഞാൻ ഒരു പണി തരൂടാ. നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? ആശ്രയ അനാഥ മന്ദിരത്തിലേക്ക് തന്നെ വിളിക്കാം. 3 5 4 3 2 1 3. ഹലോ, ഇത് ആശ്രയം ഓർഫണേജ് അല്ലേ? ആ, ഞാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എൻ്റെ പേര് അശോക് കുമാർ. എനിക്ക് പണം ആവശ്യത്തിനധികം ഉണ്ട്. അപ്പോഴാണ് എനിക്കൊരു 70 ലക്ഷത്തിന് ലോട്ടറി അടിച്ചത്. എനിക്കതിൽ നിന്നും ഒരു 10 ലക്ഷം രൂപ അനാഥ മന്ദിരങ്ങൾക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് നാളെ ഉച്ച കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയച്ചാൽ ഞാൻ ചെക്ക് ഏൽപ്പിക്കാം. ഞാൻ താമസിക്കുന്ന അറിയാലോ, ഹൗസ് നമ്പർ 38 ജവഹർ കോളനി. ഓക്കെ, താങ്ക് യു. അതേ, ഇനി പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. അവർക്കൊരു പുതിയ ജീപ്പ് അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. എൻ്റെ അടുത്തല്ല അവൻ്റെ കളി. ഹലോ, നൂറല്ലേ? അല്ല, പോലീസ് സ്റ്റേഷനല്ലേ? ഡാ മനോഹര, ഒരു ചായ താടാ. ഡാ മനോഹര, നിന്നോടല്ലേ പറഞ്ഞത് ചായ തരാൻ? സാർ ചായ. ഡാ എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കേ, നിനക്ക് നന്നാവണമെന്ന് ഒരു വിചാരമില്ലേ? അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? അല്ല, ഒരു ചായ വേണമെങ്കിൽ എത്ര പ്രാവശ്യം നിന്നോട് പറയണോടാ? എൻ്റെ സാറേ, ആദ്യം എടുത്ത ചായക്ക് പാല് കുറവായി പോയി. പിന്നെ കടുപ്പോ കൂട്ടി നമസ്കാരം. ആ, ലക്ഷം തലപ്പാ, അശോക് കുമാർ ഇരിക്ക്, സാറേ. രാവിലെ നിങ്ങൾ എത്തിയല്ലോ. ആ പിന്നെ ആ 50,000 രൂപയുടെ ഡീഡ് ഇന്ന് ഉറപ്പിക്കണ്ടേ? ആ. 10 മണിക്കുമ്പോ അവിടെ ചെല്ലാന്ന് ഞാൻ പറഞ്ഞാണ്. നമുക്ക് ചായ ഒന്നുമില്ലടേ. ഇവിടെ ചായ ഒന്നുമില്ല. ഇന്നത്തെ വില വിവരമൊക്കെ എങ്ങനെയുണ്ട് സാറേ? ഞാൻ നോക്കട്ടെ. ആ, വില വരോ? നോക്ക് നോക്ക് നോക്ക്. ആ, രൂപയുടെ മൂല്യം ഇടിഞ്ഞു കേട്ടാ. അയ്യോ, ഇനി വലിയ അത് ശരി. പാടാ. ആരെങ്കിലും മരിച്ചാ? ആരേലും മരിച്ചോ എന്നാ യവനെ പറഞ്ഞു വിട് സാറേ. മണ്ടത്തരം പറയാടാ രാവിലെ. ചായ കടുപ്പമില്ല. വളരെ മോശം. അല്ല, നീ ശരിയാ. അയ്യോ, എന്റെ AKCB-യുടെ 35,000 രൂപ. പാർട്ടി ഓഫീസിൽ കള്ളം കയറിയാ? ഞാൻ നോക്കട്ടെ. അമ്മോ, അയ്യോ. അയ്യോ, എന്റെ 2.5 പവന്റെ മാല, ദൈവമേ. ഇവിടെയും കള്ളം കയറിയ. തിരുത്ത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച ജയ് ഭാഗ്യദേവത ലോട്ടറിയുടെ റിസൾട്ടിൽ ഒരു തിരുത്തുണ്ട്. 1ാം സമ്മാനം നേടിയ PF 875201 എന്ന നമ്പറിന് പകരം PS 875201 എന്ന് തിരുത്തേണ്ടതാവുന്നു.
ഡാ. ആഹാ. ഇവിടെ ചാവ. ആ ആ. ന- ഹു. ആ. എന്നാലും എല്ലാരും കൂടെ ഇവിടെ ചവറ് കൊണ്ടിടാൻ തുടങ്ങി എന്ത് ചെയ്യുമെന്ന് പറ. നീ വന്ന് എന്താ നീ വന്ന് ഈ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടാ? ബോർഡൊക്കെ കണ്ടു. എന്താ? ചവറിടാനുള്ള സ്ഥലം എവിടെ ചവറ് കൊണ്ടിടുവന്ന്? അല്ലാതെ തന്നെ മുട്ടത്തലയിൽ ഇടണം. ഇവിടെ അവിടുന്ന് ചവറിടാൻ കണ്ട സ്ഥലമേ. ഇത് ശരിയാവൂല. സിറ്റിയിൽ എവിടെ നോക്കിയാലും ചവറ് കൂരേ ഉള്ളല്ലോ. ഇങ്ങനെ പോയാൽ താമസിക്കാതെ കേരളത്തിന്റെ പേര് വേസ്റ്റളവെന്നാക്കേണ്ടി വരും. ഇതിങ്ങനെ മൂക്കും പൊത്തി നോക്കി നിന്നാ പറ്റത്തില്ല. ഇതിന്റെ പരിഹാരം AKCP തന്നെ കാണേണ്ടി വരും. ചേച്ചേ ചേച്ചേ പൊന്നു ചേച്ചി പൊന്നു ചേച്ചി. ഇതാരും നാറ്റം. ആഹാ, ഇതാര് ബാലപ്പനോ? ഓ കൊറേ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ ഓ, കണ്ടിട്ട്. ഇലക്ഷൻ ഒക്കെ അല്ലായിരുന്നോ? അതിന്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ദുബായിൽ നിന്ന് സാറിന്റെ ഫോൺ കോൾ ഒക്കെ വരാറുണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. എന്താ ബാലപ്പ ആ, വിശേഷിച്ച്? ഞാൻ അത് പറയാനാണ് വന്നത്. അല്ല ചേച്ചി ഇതൊന്നും കാണുന്നില്ലേ? എന്ത്? ആ, ദേ ഈ വീടിന്റെ മുമ്പിലോട്ട് ചെന്ന് നോക്കേ. വേസ്റ്റിന്റെ അയ്യര് കളിയാണ്, അയ്യര് കളി. ഉം, ഈ കളി ഞാൻ കൊറേ കാലമായി കണ്ടോണ്ടിരിക്കുക ബാലപ്പ. ദേ, ദാ അവിടെ ഇടല്ലേ. ദാ കണ്ടോ, ആരോ കാറ് കൊണ്ട് നിർത്തി വേസ്റ്റ് ഇട്ടിട്ട് പോയതാ. അല്ല ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? പോംവഴി? എന്ത് പോംവഴി? അല്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ വിടുന്നത് ശരിയല്ല. ബാലപ്പ, ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന കുറ്റത്തിന് പ്രതിവിധി ശിക്ഷ ഒക്കെ കൊടുക്കാം. പക്ഷെ സമൂഹം മൊത്തത്തിൽ കുറ്റം ചെയ്യാൻ തുടങ്ങിയാലോ അതിനെ എതിർക്കാൻ പോകുന്നവരായിരിക്കും കുറ്റക്കാര്. അത് ശരിയാ. എന്റെ പുരേടത്തിന്റെ നടുക്കൂടെ അപ്പുറത്തെ വീട്ടുകാരൻ ഷോർട്ട് കട്ടായിട്ട് നടന്നു പോകുമായിരുന്നു. പോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ഒരാള് നടന്ന് നടന്ന് പിന്നെ മറ്റൊരാളായി, പിന്നെ രണ്ടാളെന്നുള്ളത് 3ആയി 4ആയി. അവസാനം കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ള കണ്ടീഷനായപ്പോ ഞാൻ വഴിയങ്ങടച്ച്. വഴിയടച്ചത് കണ്ടപ്പോ അവന്മാര് മതിലിടിച്ച്. ചുരുക്കം പറഞ്ഞാൽ ചേച്ചി ഇന്നത് പൊതുവഴിയാണ്. അതാണ് ബാലപ്പ ഇവിടെ സംഭവിച്ചത്. ഉണ്ടിട്ടു പോയി. അത് തേങ്ങാടെ തൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടാ. എനിക്ക് ശബ്ദം കേട്ടാ ഉടനെ അറിയാം തേങ്ങാടെ തൊണ്ടാണെന്ന്. ശ്ശോ, ഇത് വല്ലാത്ത തലവേദനയായി മാറിയിരിക്കുക. തലവേദന കേസാന്ന് പറഞ്ഞ് തല ചൊറിഞ്ഞോണ്ടിരുന്ന ഒക്കൂല. നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കണം. പ്രതികരണത്തിന്റെ കർണ കടോര ശബ്ദവുമായി അടുക്കളയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങണം സ്ത്രീകൾ. ആ മുമ്പ് കുറെ പ്രതികരിച്ചതാ, എന്ത് ഫലം? ചേച്ചി ഒരു കാര്യം ചെയ്യ്. ചേച്ചി പ്രതികരിച്ച് നിശബ്ദയായ സ്ഥലത്ത് നിന്നും കൂടുതൽ ശക്തിയോടുകൂടി പ്രതികരിക്കാൻ പോവാണ് നമ്മൾ. ചേച്ചി വാ, ഇന്ന് പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഞാനാണെങ്കിൽ ഒരുപാട് നാളായി എന്തിനെങ്കിലും എതിരെയൊക്കെ ഒന്ന് പ്രതികരിച്ചിട്ട്. ചേച്ചി വാ. ഞാനില്ലേ കൂടെ വരണം ചേച്ചി. ചേച്ചി വാ ചേച്ചി. വാ. കണ്ട ഇത് കണ്ട, ഇത് നമുക്കൊരു ഇഷ്യൂ ആക്കണം. ഗൾഫിൽ നിൽക്കുന്ന ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ കാര്യമായിട്ടൊന്ന് ഇടപെടാൻ പറയണം. പഴയ പോലെ അല്ല. പ്രവാസി മലയാളികൾക്ക് ഇപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും പരിഗണനയൊക്കെ കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതാൻ പറയണം ചേച്ചി. ഓ അതൊന്നും നടപ്പില്ല ബാലപ്പ. ആദ്യം ഒരുത്തിനൊരു ചവർ കിറ്റ് കൊണ്ടിട്ടു, അതിന്റെ പുറത്ത് മറ്റൊരുത്തൻ, അങ്ങനെ ഓരോന്നായി വീണ് ഇവിടെ ഒരു ചവറുമല ഉണ്ടാവും. അവസാന ചവറുമല ഇടിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് ഈ കോളനിയിലെ 2 പേരും മരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാ കണ്ട. എതിർക്കുന്നതിന്റെ നേർക്കാണ് ഏറ് വരുന്നത്. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി എന്റെ കൂടെ നിൽക്കുവോ? ഈ ചവർ നീക്കം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ കൂടുതൽ. അതല്ലെന്ന്, പിന്നെ ഇത് വനിതകൾ ഏറ്റെടുക്കണം. എന്തോന്ന് ഈ ചവറെല്ലാം കൂടോ? അതല്ല, ഈ ചവറിനെതിരെയുള്ള സായുധ സമരം സ്ത്രീകൾ ഏറ്റെടുക്കണം. ഇങ്ങനെ സ്ത്രീ നേതൃത്വം കൊടുക്കുന്ന സമരമാകുമ്പോ അതിന് വെയിറ്റ് ഉണ്ടാവും, പ്രാധാന്യം ഉണ്ടാവും, നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിനോട് സമൂഹം കാണിക്കുന്ന തോന്നിവാസം, അത് സ്ത്രീ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. കോളനിയിലെ വനിതകളെല്ലാം വിളിച്ചുകൂട്ടി ഒരു അടിയന്തര മീറ്റിംഗ് വെക്കണം. എന്തിനാണെന്നൊന്നും പറയാൻ പോണ്ട. കാര്യങ്ങള് ഇവിടെ വരുമ്പോ ശരിക്കറിഞ്ഞാ മതി. എന്നാ പിന്നെ എല്ലാരും ഇപ്പൊ തന്നെ വിളിച്ചു വിവരം അതാണ് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത്. ഇനി ഒട്ടും താമസിക്കണ്ട, വിളിക്കേ. അത്ര ഉള്ളതില്ലല്ലേ, അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ, അതെ സുമയാണ്. വരാം വരാം.
തീർച്ചയായിട്ടും വരാം. അല്ല, എന്ത് ഇഷ്യൂവിനെ കുറിച്ച് ഈ അടിയന്തര മീറ്റിംഗ്? ഓ, നേരിട്ട് പറയാന്നോ? ഓക്കെ. ഓ, ചേട്ടന്റെ കാര്യം നടക്കുന്നു തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ഓക്കെ. ഹലോ, അതെ മായാണ്. ആ, എന്താ പൊന്നേച്ചി, മീറ്റിങ്ങോ? തീർച്ചയായിട്ടും ഞാൻ വരാം. ആ അതെ, സ്ത്രീകളുടെ കാര്യം വരുമ്പോ നമ്മൾ സ്ത്രീകളല്ലാതെ വേറെ ആരൊക്കെയാ വരിക? അല്ല, എന്താ കാര്യം? ഓ ശരി, നേരിട്ടാണെങ്കിൽ നേരിട്ട്. ഞാൻ നാളെ കൃത്യം 5 മണിക്ക് മുമ്പ് ചേച്ചിയുടെ മുമ്പിൽ എത്തിയിരിക്കും. ശരി ചേച്ചി, ഓക്കെ. ആ ശരി ശരി, അപ്പൊ കൃത്യസമയത്തിന് എത്തണേ. ഓക്കെ. കോളനിയിലുള്ള പ്രമുഖ വ്യക്തികളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേരെ വീടുകളിൽ ചെന്ന് നേരിട്ട് ക്ഷണിക്കണം. വരുന്നവര് വരട്ടെ. ഈ കോളനിയിലുള്ളവരെല്ലാം വിചാരിച്ച ഉം. ചപ്പുചവറുകളെല്ലാം വാരിക്കളഞ്ഞ് ഈ കോളനി വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും കുറച്ചുപേരെ കൂടെ ഒന്ന് അറിയിക്കാം. എന്തിനു ഏതിനു ഓടി നടക്കാൻ ഇപ്പൊ ഈ കോളനി ബാലപ്പം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ബാലപ്പനെ പോലെയുള്ള ഒരാളായിരുന്നു ഈ കോളനിയുടെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത്. നിസ്വാർത്ഥ സേവനത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു പാവം പൊതുപ്രവർത്തകനാണ് ചേച്ചി ഈ ബാലപ്പൻ. അതൊക്കെ പോട്ടെ, ഒരു 500 റുപ്പീസ് എടുക്കാൻ കാണുമോ? എന്തിന്? അല്ല, നാളെ മീറ്റിംഗ് ഇവിടെ വെച്ചല്ലേ. ചായ, കസേരയുടെ വാടക, ബാനർ എഴുത്ത്, ഫോൺ വിളി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അനാമത്ത് ഓട്ടങ്ങള്. സാരമില്ല, ഈ മാലിന്യ വിമുക്ത യജ്ഞം സ്പോൺസർ ചെയ്യുന്നത് പൊന്നുചേച്ചിയാണെന്ന് ഞാൻ ഇതിന്റെ അടിയിൽ എഴുതുന്നുണ്ട്. ഏത്? ഏതായാലും എല്ലാരും വിളിച്ച് പറഞ്ഞതല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ. അതെ അതെ അതെ. ബാലപ്പ, പൈസ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. 500 രൂപ ചോദിച്ചത് മോശമായി പോയി. 1000 രൂപ ചോദിക്കേണ്ടതായിരുന്നു. അടുത്ത യജ്ഞം വരുമല്ലോ. രവിചന്ദ്രൻ നേതാവിനോട് ഞാൻ ഈ കാര്യം ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. നേതാവ് സത്യപ്രതിജ്ഞാ ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്പ തിരക്കിലാണ്. അപ്പം നമ്മളിതൊന്ന് തുടങ്ങി വെച്ചാൽ ഇതൊരു സംയുക്ത സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നേതാവ് ഏറ്റിട്ടുണ്ട്. സുമ വന്നല്ലോ. ഒരു മിനിറ്റ്. എന്തു പറ്റി? കയ്യിൽ മുഴുവൻ വേസ്റ്റായി. ഗേറ്റിലും മതിലിലും ഒന്ന് തൊടാൻ പറ്റാത്ത വിധം വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്ത് ചെയ്യാനാ? അല്ല, ഇത് വനിതാ വേദിയുടെ മീറ്റിംഗ് അല്ലേ? ബാലപ്പൻ എന്താ ഇവിടെ? എന്റെ പ്രസൻസ് ഇവിടെ കണ്ടപ്പോ സുമച്ചേച്ചി അത് ചോദിക്കുമെന്ന് ഞാൻ ഊഹിച്ചതാണ്. ഇത് വനിതകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യാനല്ല പൊന്നമ്മ ചേച്ചി നിങ്ങളെ എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇവിടെ സമൂഹം. ഒരു മിനിറ്റ്. ചേച്ചിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, വേസ്റ്റ് കാരണം കയ്യാകെ. എന്താ ചേച്ചി പെട്ടെന്നൊരു ഇഷ്യൂ? പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ അല്ല, ഇത് കുറച്ചു കാലമായി. എന്ത്? ഈ ബാലപ്പൻ പറഞ്ഞത് ഈ കോളനിയിലെ പൊതുവഴിയിൽ എല്ലാരും ചവറ് വലിച്ചെറിയുന്നതിനെ കുറിച്ചാ. പരിസര ശുചീകരണത്തെ കുറിച്ച് ഈ കോളനിയിൽ നല്ലൊരു ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൊതുവഴിയിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോ ഉള്ളത്. ഏത്? ഇപ്പൊ വരുന്ന വഴിക്ക് പൊന്നമ്മ ചേച്ചിയുടെ ഗേറ്റിനടുത്തുള്ള ചവറുകൂന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്നലെ പ്രകാശേട്ടൻ ഇക്കാര്യം എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഈ ജവഹർ കോളനി മാലിന്യ വിമുക്തമാക്കി മാറ്റണമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. അല്ല, അതിന് നമ്മളെല്ലാവരും ഒരുപോലെ തയ്യാറാവണം. ധൂമകേതുക്കൾ പാഞ്ഞു വരുന്ന പോലെയാണ് വെളുപ്പാങ്കാലത്ത് ഈ കോളനിയിൽ ചവറേറ്റുകൾ പാഞ്ഞു വരുന്നത്. അപ്പോ ഇതൊരു വേസ്റ്റ് ചർച്ചയാണ്.
അല്ല, ഈ വേസ്റ്റ് ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റിനെ കുറിച്ചുള്ള ചർച്ച. ഇപ്പോ കോർപ്പറേഷന്റെ വക വേസ്റ്റ് ബിന്നുകൾ കോളനിയുടെ പല ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കവറുകളിൽ വേസ്റ്റ് കെട്ടി കണ്ണി കണ്ടെടുത്തെല്ലാം കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അത് ശരിയല്ല. ഈ കോളനിയിൽ വർഷങ്ങളായി താമസിച്ചു വരുന്ന നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ചവറിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായല്ലോ. ബോധ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ ചർച്ചയ്ക്ക് മായെ കൂടി വിളിച്ചത്. ഐ മീൻ, മായയിൽ നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വേസ്റ്റിനെ കുറിച്ച് മായക്ക് എന്താ പറയാനുള്ളത്? സത്യത്തിൽ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ടിരുന്നത് കോളനി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു. കാരണം ഇതൊരു വേസ്റ്റ് ചർച്ചയാണല്ലോ. മലിനമായ അന്തരീക്ഷത്തെ കുറിച്ച് കോളനി പ്രസിഡന്റ് ബോധവാനാണ്. അതെ, അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട് പോലെ ഈ കോളനിയുടെ അന്തരീക്ഷത്തെ കുറിച്ചും അദ്ദേഹം പൂർണ്ണ ബോധമുള്ള ആളായിരിക്കണമല്ലോ, അല്ലേ? സാറിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ആ, ഈ കോളനിയെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കണം. അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം, ആണോ? അല്ലേ? അല്ലേ? അതെ, ഇനിയെങ്കിലും പൊതുവഴിയിൽ ചപ്പുചവറുകൾ വലിച്ചെറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വേസ്റ്റ് ഒക്കെ പിന്നെ എവിടെ കൊണ്ട് കളയും? ലോക്കറി വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. കോർപ്പറേഷൻ അതിനുവേണ്ടി പ്രത്യേക വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ആ വേസ്റ്റ് ബിൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ചവറ് മലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം മലകളുണ്ട്. ഇനിയിപ്പോ നമ്മളായിട്ട് ഒരു ചവറുമല കൂടി ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ആരോഗ്യത്തിന് വളരെ വളരെ ദോഷകരമായ ഒരു സംഭവമാണ്. ഇതിനിപ്പോ ബാലപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ എന്താ?